വീണയ്ക്കും പിണറായി വിജയനും ഒക്കെ മറുപടി പറയാനില്ലാതെ വരുമ്പോ ഇത്തരത്തോളം വിവരം കെട്ട ആളുകളൊക്കെ ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? CPM നേതാക്കന്മാർ പിണറായി വിജയൻ അച്ഛനെ വിളിക്കുന്നത് പരമാറിയുന്നതാണോ? അങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. പണം കൈമാറ്റം ചെയ്തപ്പോ CMRൽ നിന്ന് പണം വാങ്ങിയെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള സേവനം കൊടുത്തിട്ടുണ്ടോ? സേവനം കൊടുത്തിട്ടില്ല എന്ന് ആ കമ്പനി പറയുന്നു. അങ്ങനെയൊക്കെ വഴിയില്ല. എങ്കിൽ ആ കിട്ടിയ പണത്തിന് ടാക്സ് അടച്ചോ? ഇല്ല. അപ്പൊ നികുതി വെട്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു മാസപ്പടിയല്ലേ? ആണ്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണ്. ഇനി ഇങ്ങനെ ഒരു ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് കാണിക്കേണ്ടതല്ലേ? അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിരിക്കുന്നു. അത് തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പറയരുത്. ഇനി ഒരു കാര്യം കൂടി CPM മാത്യു കുഴൽനാടൻ കൂടി പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ ഇല്ല, ഈ അഫ്സലിനെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇന്ത്യയുടെ ഫെഡറലിസം തകർന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതൊക്കെ വേറെ ചർച്ചയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. CPM നേതാക്കന്മാരുടെ അഴിമതിയെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫെഡറലിസം തകർന്നതിനെ കുറിച്ചും സാർവലൗകികമായിട്ടുള്ള പൗരാവകാശ ബോധത്തെ കുറിച്ചൊന്നും ഇവിടെയുള്ള ക്ലാസ് എടുക്കേണ്ടത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. താങ്കൾക്ക് എന്തോ ഒരു മര്യാദ ഇല്ലാത്ത? താങ്കൾ എത്ര സമയം സംസാരിച്ചു? ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. വീണ വിജയൻ ഉത്തരവില്ല. പറ്റിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചു, നികുതി വെട്ടിച്ചു. സർക്കാർ സംവിധാനത്തിന്റെ ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ചെയ്യാത്ത ജോലിക്ക് നോക്കുകൂലിയോ മാസപ്പടിയോ കൊടുത്തിട്ടുള്ളത്. PK വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ശതകോടീശ്വരനായി എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ചോദ്യത്തില് ശതകോടീശ്വരൻ, ശതത്തിന്റെ അർത്ഥമൊക്കെ താങ്കൾ പറഞ്ഞു. എന്റെ അറിവനുസരിച്ച് 100 കോടി എന്നാണ്. ഇവനൊക്കെ എങ്ങനെ ഇത്ര വലിയ പണക്കാരനായതെന്നും കൂടി പറയണ്ടേ? എവിടെയാണ് ഇതിന്റെ അഫിഡവിറ്റ് കൊടുത്തതെന്ന് പറയണ്ടേ? ഒന്നും പറയാതെ, കൃത്യമായി പറയാതെ ജനാധിപത്യമാണെന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് തോന്നണേ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പരനാറിയെന്നും നികിഷ്ടജീവിയെന്നും കുലംകുത്തിയെന്നും പ്രദർശൂനിയെന്നൊക്കെ കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വിളിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ കീലേരി അച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ച് അച്ഛനെ വിളിക്കുന്നതാണെന്ന് ചോദിച്ചത്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനെ വിളിക്കുന്ന പരനാറി എന്നാണോ? നിങ്ങൾ പിതൃശൂര്യൻ എന്നാണോ വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. CPM നേതാക്കന്മാർ പിണറായി വിജയൻ അച്ഛനെ വിളിക്കുന്നത് പരനാറി എന്നാണോ? അങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ വീണയ്ക്കും പിണറായി വിജയനും ഒക്കെ മറുപടി പറയാനില്ലാതെ വരുമ്പോ ഇത്തരത്തോളം വിവരം കെട്ട ആളുകളൊക്കെ ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ വീണ വിജയൻ ഒരു വെറും ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർ മറുപടി പറയുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം? അത്തരം ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് എന്തിനാ CPM സംസ്ഥാന സെക്രട്ടറി വക്കാലത്തിന് വന്ന്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നിങ്ങൾ എന്തിനാ വീണ വിജയന് വേണ്ടിയിട്ട് എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മറുപടി വേണ്ടേ? ഉത്തരം പറ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇടുക്കിയിലെ ഭൂമിയെ കുറിച്ച് പറഞ്ഞില്ലേ? ശാന്തംപാറയിലെ CPM ഓഫീസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മൂന്നാറിലെ CPM ഓഫീസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ CPM ഓഫീസുകളുടെ അസ്ഥിവാരം തോണ്ടിയാൽ കയ്യാറ്റ ഭൂമിയിൽ പണിതിരിക്കുന്ന മുഴുവൻ ഓഫീസുകളും തുറന്ന് പരിശോധിച്ചാൽ ഇവിടെ അറിയാം ഈ കേരളത്തിന്റെ പൊതുഭൂമി കൊള്ളയടിക്കുന്നത് CPM നേതൃത്വത്തിലാണെന്ന്. നിങ്ങൾ മാത്യു കുഴൽനാടന്റെ വീട് അടന്നോ, ഭൂമി അടന്നോ, നാളെ ഞങ്ങളുടെ ഭൂമി അടന്നോ, സൗകര്യം ഉണ്ടെങ്കിൽ അടങ്ങുക. അത്രയും സൗകര്യങ്ങൾ ചെയ്യട്ടെ ഈ പാർട്ടി. PV അൻവറിന്റെ അളക്കാൻ പോയില്ല. PV അൻവറിന്റെ ഭൂമി അളക്കാൻ പോയില്ല. പാകിസ്ഥാനിക്ക് ഒരു ബൈബിൾ വായിക്കില്ലട്ടാ. അപ്പൊ മാത്യു കുഴൽനാടനെ പറ്റി പറയുന്നില്ല. വെൽ എക്സ്പ്ലെയിൻ ഡോക്ടർ ജിൻഡോ. വെൽ എക്സ്പ്ലെയിൻ. ഞങ്ങൾ തടഞ്ഞോ? തടഞ്ഞില്ലല്ലോ. നിങ്ങൾ തടയണ്ട. അന്തർധാര സജീവം. ശാന്തംപാറ CPM നമുക്കിട്ടെന്ന് 5 പേരെ കുരുതി കൊടുത്തു. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ 5 പേരെ കുരുതി കൊടുത്തു. എന്നിട്ടാണ് പിണറായി വിജയന്റെ മകൾ തമിഴ്നാട്ടിൽ സ്വാശ്രയ കോളേജിൽ പഠിച്ചത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന പുഷ്പനെ തോണ്ടിയെടുത്തുകൊണ്ട് പുഷ്പനെ ചുമന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് കൊണ്ടുവന്നില്ലേ? ആ പുഷ്പനോട് മര്യാദ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ?
നിനക്ക് ഞാനില്ല. നിങ്ങൾ ഞങ്ങളെ പോലുള്ള മൂന്നാല് ആളുകളോട് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുന്ന വർത്തമാനം പറയരുത്. ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം, മര്യാദ കാണിക്കണം. അച്ഛനേക്കാൾ പ്രായമുള്ള ശ്രീകുമാർ സാറിനെ താങ്കൾ എത്രത്തോളം അധിക്ഷേപിച്ചു? ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഗണേഷ് മിണ്ടാതിരുന്നില്ലേ? അദ്ദേഹം മിണ്ടാതിരുന്നില്ലേ? താങ്കൾക്ക് ഒരു സാമാന്യ മര്യാദ ഉണ്ടോ? തന്നെയൊക്കെ ചർച്ചയ്ക്ക് വിടാറോ? വേണ്ടത്ര സമയം സംഘപരിവാറുകാരനായ ഒരു മര്യാദ വേണ്ടേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. RSS ഇതിങ്ങനെയാണ്. ഇത് തന്റെ കൈരളി ചാനലും ദേശാഭിമാനി പത്രമൊന്നുമല്ല. ഒരു മര്യാദ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് കേരളമാണ്. അതെ, ഇത് കേരളമാണ്. ഇതുപോലെ വിവരം കെട്ടവന്മാര് ക്യാപ്സ്യൂളും വിഴുങ്ങി ദഹിക്കാതെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിവരം കെട്ടവന്മാരുള്ള കേരളമാണിത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.